എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാളായി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് വളരെ ബിസിയായിരുന്നു, പല കാര്യങ്ങൾ കൊണ്ട് ബിസിയായിരുന്നു. രണ്ടാമത്, കണ്ണിന്റെ റിവ്യൂ 6 മാസം ഇതുവരെ ആയില്ല. അതിന് ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. എനിക്കത് അഡ്ജസ്റ്റ്മെന്റ് ആണ് പ്രധാന പ്രോബ്ലം. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് പ്രധാനപ്പെട്ട ഈ ഡയബറ്റിസുമായിട്ട് പ്രധാനപ്പെട്ട കാര്യം. ഈ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യാൻ കുറെ പ്രയാസപ്പെട്ടു കേട്ടോ. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടാക്കി. കാരണം എനിക്ക് വായിക്കാനുള്ളതാണ് പ്രയാസമായിട്ട് തോന്നിയത്. അത് എൻ്റെ ഡിസ്റ്റൻസ് ഞാൻ ഇങ്ങനെ പിടിച്ചാലേ കാണുള്ളൂ. ഇങ്ങനെ ഞാൻ എപ്പോഴും പിടിക്കുന്ന പോലെ പിടിച്ചാൽ കാണത്തില്ല. അപ്പം ഞാൻ ഹാബിച്വലായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് കണ്ണ് സ്ട്രെയിൻ വരുന്നു എന്നൊക്കെയുള്ളതാണ്. നമ്മുടെ മസിലൊന്നും ഇപ്പം ലെൻസിനെ അഡ്ജസ്റ്റ് ചെയ്യത്തില്ലല്ലോ. അപ്പം അതെല്ലാം ഇപ്പം ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നു. അപ്പം ഇപ്പം ഞാൻ പറയാൻ വന്നത് അതൊന്നുമല്ല, മൂന്നാമത്തെ കാര്യമാണ് ഡയബറ്റിസിനെ കുറിച്ചുള്ള കാര്യം. 2018 മുതൽ ഞാൻ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. റിവേഴ്സ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ റിവേഴ്സൽ ഇസ് ജസ്റ്റ് ഗോയിങ് ബാക്ക് എ ലിറ്റിൽ ബിറ്റ് എന്ന ഞാൻ ഉള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ അത് എടുക്കുന്നുണ്ട്. എൻ്റെ പണ്ടത്തെ സ്ഥിതിയേക്കാളും ഞാൻ ബെറ്ററാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ കൺട്രോൾ ചെയ്യാൻ പ്രയാസമുണ്ട്. ഏജ് ചെയ്യുന്നുണ്ട്, 70 കഴിഞ്ഞു. അപ്പൊ എന്താണ് എൻ്റെ ഇത്രയൊക്കെ ചെയ്തിട്ട് ഡോക്ടർ റോയ് ടൈലർ പറഞ്ഞതനുസരിച്ച് ആണെങ്കിൽ എനിക്കിപ്പോൾ ഡയബറ്റിസ് പാടില്ല. നമ്മുടെ വെയിറ്റിന്റെ 10 വെൻ യു ബിക്കേം ഡയബറ്റിക് എന്തായിരുന്നു വെയിറ്റ് 10% കുറയ്ക്കുമ്പോഴത്തേക്ക് ഇത് മാറും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. 60 കിലോ ആയിരുന്നപ്പോഴാണ് എനിക്ക് ഡയബറ്റിസ് വന്നത്. അതിന്റെ 10% 6 കിലോ കുറച്ചാൽ എനിക്ക് 54 കിലോ, ഞാനിപ്പോൾ 51 കിലോയേ ഉള്ളൂ. അപ്പൊ അതിൽ ചില ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന്, 60 കിലോ ആയിരുന്നപ്പോൾ എനിക്ക് 50 വയസ്സോ മറ്റോ ആയിരുന്നു. ഇപ്പൊ 70 വയസ്സായി. അന്നത്തെ മസിൽ മാസ് കുറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് എക്സസൈസ് ഇല്ലാതാകുമ്പോൾ സാർക്കോപീനിയ എന്ന് പറഞ്ഞ ഏജ് റിലേറ്റഡ് മസിൽ ലോസ് ഉണ്ടായി. അപ്പൊ എൻ്റെ വെയിറ്റ് കുറഞ്ഞതിൽ ഞാൻ ലൂസ് ചെയ്തത് കൂടുതൽ മസിലായിരിക്കാം, ഫാറ്റ് ആയിരിക്കുകയില്ല. കൂടുതൽ പെർസെൻറ്റേജ് കുറെ ഫാറ്റൊക്കെ ലൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതായിരിക്കാം ഒരു ആസ്പെക്ട്. എന്തൊക്കെ ആണെങ്കിലും അത് എൻ്റെ ഈ എഫേർട്സ് അറ്റ് ഡയറ്റിംഗ്, അറ്റ് കീപ്പിംഗ് മൈസെൽഫ് ഹൈഡ്രേറ്റഡ്, അറ്റ് എക്സസൈസ് ഒന്നും വലുതായിട്ട് വർക്ക് ചെയ്യുന്നില്ല. വർക്ക്സ് നമ്മൾക്ക് അത് ചെയ്യുന്ന ദിവസത്തെ ഷുഗർ ചെയ്യാത്ത ദിവസത്തേനേക്കാളും കൂടുതലായിട്ട് വ്യത്യാസം കാണുന്നുണ്ട്. കുറയും, അത് ചെയ്യുന്ന ദിവസം കുറയും. അപ്പൊ അടുത്ത കാര്യം, അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ യോഗയുടെ കൂടെ ഫാസ്റ്റിംഗ് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് യൂറിനറി പ്രോബ്ലം വന്നു. എനിക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഇൻറ്റൻസ് പെയിൻ വന്നു. പെയിൻ വരുമ്പോൾ എനിക്ക് ഇവിടെ നല്ല വേദന, ഈ 2 വശത്തും താഴോട്ട് ഞരമ്പ് വലിഞ്ഞു മുറുകുന്ന ഫീലിംഗ് ഉണ്ടായി. ഈ ഞരമ്പ് വലിഞ്ഞു മുറുകി ഇത് ശരിയായി കഴിഞ്ഞിട്ടും അവിടെ മസിലെല്ലാം അന്നേരത്തെ സ്പാസമിന്റെ റിസൾട്ടായിട്ട് പെയിൻഫുൾ ആയിട്ടിരുന്നു. അപ്പൊ ഞാൻ വായിച്ചു നോക്കി എന്താണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ അവര് എഴുതിയിട്ടുണ്ട്, നമുക്ക് വായിക്കാം. ടിപ്പ് ഓഫ് നമ്മുടെ യൂറിട്രോ ബ്ലാഡറിന്റെ ഔട്ട്ലെറ്റിന്റെ ടിപ്പില് ബ്ലോക്ക് വരുമ്പോൾ ഇങ്ങനെ വരും. നമ്മുടെ വേഗസ് നെർവാണ് ഈ 2 വശത്തൂടെ നമുക്ക് വേദന ഉണ്ടാക്കിയത്. ആ നെർവ് സ്പാസം വരുന്നത്. അപ്പോൾ ഞാൻ അൾട്രാസൗണ്ട് ചെയ്തിട്ട് യാതൊന്നും കാണാൻ ഉണ്ടായിരുന്നില്ല. കൾച്ചർ ചെയ്തിട്ട് ഇൻഫെക്ഷനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആയുർവേദത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, ഫാസ്റ്റ് ചെയ്യുന്നത് നമുക്ക് റെഗുലർ ഡീഹൈഡ്രേഷനേക്കാളും അധികം ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും എന്ന്. നമ്പർ 1, കാരണം നമ്മളുടെ ബോഡിയിലെ ഫാറ്റ് മെൽറ്റ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ കൂടെ കുറെ വാട്ടറും ഒക്കെ റിലീസ് ചെയ്ത് പോകും. പിന്നെ നമ്മൾക്ക് വെള്ളം ആവശ്യം വരും എന്നാണ് അതിൻ്റെ ബയോകെമിക്കൽ റിയാക്ഷൻ, എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ അങ്ങനെ വരും. അതുകൊണ്ടാണ് ഇത് വന്നത് എന്നുള്ള ഒരു നിഗമനം കണ്ടു. രണ്ടാമത് ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ പ്രകൃതി വാദപ്രകൃതിയാണ്. വാദപ്രകൃതി ഉള്ളവർക്ക് ഈ ഫാസ്റ്റ് ചെയ്യുന്നത് അത്ര സൂട്ട് ചെയ്യത്തില്ല, വളരെ കെയർഫുൾ ആയിരിക്കണം. അത് ഏജും ഉണ്ട്. ഇപ്പൊ ഈ പ്രകൃതി അനാലിസിസ് എന്ന് പറഞ്ഞ് നമ്മൾക്ക് തന്നെ ഒരു ഫ്രീ ആയിട്ട് ഒരു വെബ്സൈറ്റിൽ പോയി നമ്മുടെ പ്രകൃതിയൊക്കെ കണ്ടുപിടിക്കാം. അത് നമ്മുടെ മോദിജി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്.
അപ്പം അത് പ്രകാരമാണ് ഞാൻ കണ്ടുപിടിച്ചത്. പിന്നെ ഞാൻ ആയുർവേദ ഡോക്ടറെയൊക്കെ പോയി കണ്ടു. അതുകൊണ്ട് ഞാൻ പിന്നീട് ആ ഫാസ്റ്റിങ്ങിൽ നിന്ന് ഞാൻ പിൻവാങ്ങി. അപ്പൊ ഫാസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു 24 hours ഞാൻ ഒന്നും കഴിച്ചില്ലെങ്കിൽ അത് കഴിഞ്ഞ് 36 hours ആകാറാകുമ്പോഴേക്കും എൻ്റെ ഷുഗറൊക്കെ താന്ന് ഫാസ്റ്റിംഗ് ഷുഗർ 70, 80 അതിനകത്ത് തന്നെ നിൽക്കും. അല്ലെങ്കിൽ നോർമലി 150 താഴെയാണ് എൻ്റെ ഫാസ്റ്റിംഗ് ഷുഗർ. അപ്പൊ 70, 80 ഒക്കെ നിൽക്കും. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ അത് പഴയതുപോലെ തന്നെ ആവും. ഭക്ഷണം ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് കഴിക്കുന്നത്. ഞാൻ എൻ്റെ പ്ലേറ്റ് ഒക്കെ പണ്ട് കാണിച്ചിട്ടുണ്ട്, ഞാൻ ഒന്നുകൂടെ കാണാം, വേണമെങ്കിൽ ഞാൻ കാണിക്കാം. ചോറ് 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ ഞാൻ കഴിക്കാറില്ല. തൈര് അല്ലെങ്കിൽ എന്തെങ്കിലും കറി, തോരൻ, അങ്ങനെയൊക്കെയാണ്. തോരനാണ് എൻ്റെ പ്രധാന ആഹാരം. ചിക്കനോ മീനോ ഒക്കെ കാണും. എന്നിട്ടും എനിക്ക് ബ്ലഡ് ഷുഗർ പക്ഷെ മരുന്നില്ലാതെ ഒരു വിധം മരുന്നുള്ള ലെവലിന്റെ അടുത്തൊക്കെ കൊണ്ടുവരാൻ ഒക്കും എന്നുള്ളതൊരു ഫാക്റ്റാണ്. പക്ഷെ ഡയബറ്റിസ് മാറിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ഒരു വിധത്തിലും മാറിയിട്ടില്ല. ഞാൻ എൻ്റെ ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ, കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ കയറാതിരിക്കുമ്പോൾ, കാർബോഹൈഡ്രേറ്റ് ഫാറ്റും പ്രോട്ടീനുമായിട്ട് കമ്പൈൻ ചെയ്ത് കയറുമ്പോഴുള്ള ഡൈജസ്റ്റീവ് ഡിലേ ഇൻ ദ റിലീസ് ഓഫ് ഷുഗർ, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ബ്ലഡ് ഷുഗർ കുറഞ്ഞിരിക്കും. പക്ഷേ എനിക്ക് കാർബോഹൈഡ്രേറ്റ് ഇൻടോളറൻസ് എന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്. അത് ഇൻസുലിൻ റെസിസ്റ്റൻസോ ഹൈപ്പർ ഇൻസുലിനീമിയോ എന്താണേലും കാർബോഹൈഡ്രേറ്റ് ടോളറേറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. ആ സാധനം ഇതുവരെ ഒരു വിധത്തിലും കുറഞ്ഞോ മാറിയോ ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഞരമ്പ് വേദന വന്നപ്പോഴാണ് ഞാൻ ഈ വേഗസ് നെർവ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് കോൺഷ്യസ് ആകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്നൊക്കെ ഞാൻ ആ നെർവിനെ കുറിച്ച് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു പ്രധാന കാര്യം, നമ്മളുടെ ബ്രെയിനിൽ നിന്ന് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻക്ലൂഡിങ് ലിവർ, കിഡ്നീസ്, പാൻക്രിയാസ്, സ്റ്റമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, എല്ലായിടത്തും പോകുന്ന നെർവാണ് വേഗസ് നെർവ്. ബ്രെയിൻ ലേക്ക് കണക്ട് ചെയ്യുന്നു. രണ്ട് വശത്തേക്കുമായിട്ട് മാറി താഴോട്ട് വരുന്നു, ഇവിടെ നിന്ന് വന്ന് മാറും. അപ്പോൾ ഈ നെർവ് എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇത്രയും നാളും വിചാരിച്ചിരുന്ന സ്പൈനൽ കോഡാണ് എല്ലാത്തിൻ്റെ കണക്ഷൻ. സ്പൈനൽ കോഡിന്റെ വാക്കുണ്ട്, പക്ഷെ ഈ നെർവാണ് ദ മെസ്സഞ്ചർ. നമ്മളുടെ തലച്ചോറിലേക്ക് മെസ്സേജ് നമ്മുടെ ബോഡിയുടെ വിവിധ ഭാഗത്ത്, ഹാർട്ടിലും ഉണ്ട്, ലങ്സിലില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്, ഹാർട്ടിലും ഉണ്ട്. അപ്പൊ ഓരോ ഭാഗത്തും ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും അപ്പോഴപ്പോൾ ബ്രെയിനിലേക്ക് അറിയിക്കുകയും ബ്രെയിൻ അതിന് വേണ്ടുന്ന റെസ്പോൺസ് ഈ മെസ്സഞ്ചർ നെർവ് വഴി ഓർഗൻസിലേക്ക് അയക്കുകയും ചെയ്യും. അപ്പോൾ ഈ മെസ്സഞ്ചർ ശരിയായിട്ട് ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് വല്ല ഗുണവും ഉണ്ടോ? അതാണ് എനിക്ക് ഉണ്ടായ ഒരു ചോദ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിന്നത്, ഈ മെസ്സഞ്ചർ നെർവ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല എങ്കിൽ നമ്മളുടെ ഡയബറ്റിസ് ഒരിക്കലും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കൺട്രോൾ ചെയ്തത് കൊണ്ടോ നമ്മൾ എക്സസൈസ് കൂട്ടിയത് കൊണ്ടോ ശരിയാവുകയില്ല. ഇതും കറക്റ്റ് ചെയ്യണം. അതൊരു ആസ്പെക്ട്. പിന്നീട് ഞാൻ മനസ്സിലാക്കിയ വേറൊരു ആസ്പെക്ട് വളരെ എന്താണ്, നമ്മളുടെ മനസ്സ് ഇതിലെല്ലാം ഇൻവോൾവ് ആണ്. അത് നമ്മളുടെ മനസ്സിൽ എപ്പോഴും നെഗറ്റീവായിട്ടാണ് നമ്മൾ ഈ അസുഖത്തിനെ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും വിചാരിക്കുക, അയ്യോ ഞാൻ ഡയബറ്റിക് ആണല്ലോ, എല്ലാവരും കഴിക്കുന്ന ഭക്ഷണമൊന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. വീട്ടിലുള്ളവർക്ക് പായസം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു സ്പൂൺ പായസം പേടിച്ച് കഴിക്കും. അത് കഴിഞ്ഞ് അടുത്ത സ്പൂൺ അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് കഴിക്കും. അപ്പോൾ നമ്മുടെ ഷുഗറൊക്കെ ഔട്ട് ഓഫ് കൺട്രോൾ ആവും, ഉറക്കം വരും, കയറി കിടക്കും, അയ്യോ എല്ലാം പോയേ എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു വിഷ്യസ് സർക്കിൾ, ഒരു ഡൗൺവേർഡ് സ്പൈറലിൽ നമ്മൾ പോകും. അപ്പൊ ഇതും നമ്മളുടെ മനസ്സിന്റെ പല ആസ്പെക്ട്സിൽ വരുന്നു. ഈ നെർവിന് മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം നമ്മളുടെ ശരീരത്തിലെ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് റെസ്പോൺസിൽ ഒരു പ്രധാന പങ്കാളി ഈ നെർവാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പൊ എനിക്ക് ഇത്രയുമേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ നിങ്ങൾ കമന്റ് ഇടണം. ആരും ഒരു കമന്റും പറയാത്തപ്പോൾ ആരെങ്കിലും കേൾക്കുന്നോ, ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഞാൻ വിചാരിക്കും. കുറെ പേരൊക്കെ വ്യൂ ചെയ്യും, കുറച്ച് പേരാണ്, വളരെ കുറവാണ്. ഇത്രയും വർഷമായിട്ടും കുറവായിട്ടുള്ളത് എൻ്റെ ഒരു നീഷ് ഇതായത് കൊണ്ടാണെന്ന് എനിക്കറിയാം.
അല്ലെങ്കിൽ ഞാൻ പറയുന്നത്, ഞാൻ ഒരിക്കലും പറയാറില്ല ഒരു ഇല കൊണ്ട് നിങ്ങളുടെ ഡയബറ്റിസ് മാറും, നിങ്ങൾ ചാടിയാൽ നിങ്ങളുടെ ഡയബറ്റിസ് മാറും, ഈ ഒരു എക്സസൈസ് ചെയ്താൽ മാറും. ഇങ്ങനെയുള്ള ക്യാച്ചി ടൈറ്റിൽസും കള്ളത്തരങ്ങളും ഒന്നും ഞാൻ ഇടാറില്ല. ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് സഹായകരമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസ് അറിയിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. നന്ദി, നമസ്കാരം. ഞാൻ കൂടുതൽ വിവരങ്ങളുമായിട്ട് ഉടനെ തന്നെ വരും.